പ്രിയപ്പെട്ടവരെ, ലോകമൊന്നാകെ ആശങ്കപ്പെട്ട നിമിഷമായിരുന്നു ഇന്നലെ ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം. ഖത്താറിൽ വലിയ രീതിയിൽ നടുക്കമുണ്ടായി. 10ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്നാണ് അവിടെ മലയാളികളടക്കം നമ്മളോട് പറഞ്ഞത്. ഇസ്രയേൽ ആക്രമണത്തിനു പിന്നാലെ ഖത്തർ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ അതീവ ജാഗ്രതയാണ്. മിഡിൽ ഈസ്റ്റ് ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടെന്നാണ് സ്ഥിരീകരണം. എന്നാൽ മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ലെന്നാണ് ഹമാസ് അറിയിക്കുന്നത്. ആക്രമണം നെതന്യാഹുവിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തി. എന്നാൽ ബന്ദികളെ മോചിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പ്രതികരണത്തിലേക്ക്. ഇസ്രയേലിനെ പൂർണ്ണമായിട്ടും തള്ളുകയാണ് അമേരിക്ക. ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായ ആക്രമണമാണ്. ഖത്തറിനെ ആക്രമിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഖത്തറിനെ നേരിട്ട് ഇക്കാര്യം അറിയിച്ചു എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഖത്തർ അമീറുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. ആക്രമണം നേരത്തെ അറിയിച്ചു എന്ന US വാദം പക്ഷേ ഖത്തർ തള്ളിയിട്ടുണ്ട്. ഇസ്രായേലിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് ഗൾഫ് രാജ്യങ്ങളോട് ഖത്തർ ആഹ്വാനം ചെയ്തു. അടിയന്തര UN രക്ഷാസമിതി ഇന്ന് യോഗം ചേരുന്നുണ്ട്. സായികുമാറും എസ് രഞ്ജിത്ത് ദുബായിൽ നിന്നും നമുക്കൊപ്പം ചേരും. ആദ്യം സായികുമാറിലേക്ക്. സായികുമാർ, ഏറ്റവും നിർണായകമായ കാര്യം ഇപ്പോൾ ട്രംപ് ഈ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഏകപക്ഷീയമായ ആക്രമണം എന്നാണ് നെതന്യാഹുവിന്റെ ഈ ആക്രമണത്തെ ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭായി ആയിരുന്നു എന്നെല്ലാവർക്കും അറിയാമല്ലോ. ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ അത് ട്രംപിന്റെ അറിവോടുകൂടി ആയിരിക്കും എന്നാണ് നമ്മളൊക്കെ കരുതുക. പക്ഷേ ട്രംപിനെയും പറ്റിച്ചാണ് നെതന്യാഹു കൊണ്ടുപോയി ഈ ബോംബിട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ഖത്തർ അമീറുമായി ട്രംപ് സംസാരിച്ചതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്? നേരത്തെ അറിയിപ്പൊക്കെ കൊടുത്തുവെന്നാണ് ട്രംപ് പറയുന്നത്, പക്ഷേ ഖത്തർ അത് അംഗീകരിച്ചിട്ടില്ല. ചുരുക്കത്തിൽ ഇസ്രായേൽ ഈ ആക്രമണത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണോ? അമേരിക്കയുടെ പോലും പിന്തുണ ഇപ്പോൾ ഇസ്രായേലിനില്ലേ? സായികുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇസ്രയേൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയാം. പക്ഷേ അമേരിക്ക ഒരു വലിയ വിമർശനമൊന്നും ഇസ്രയേലിന് മേൽ ഈ വിഷയത്തിൽ നടത്തുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. തങ്ങൾ അറിഞ്ഞിട്ടില്ല, തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് ട്രംപ്. അതോടൊപ്പം വിശദമായ വിഷയത്തിൽ തൻ്റെ പ്രതികരണം നടത്തും എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ വൈറ്റ് ഹൗസ് പറയുന്നുണ്ട്. ട്രംപിൻ്റെ വിശദമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ പ്രസ് റിലീസോ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നൊരു വിവരം ഇപ്പോൾ വൈറ്റ് ഹൗസ് പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിൽ ട്രംപ് പറയുന്നത് ഇത് ദൗർഭാഗ്യകരമായി പോയി ഇങ്ങനെയൊരു സംഭവം, അതോടൊപ്പം ബന്ദിമോചനം ഉണ്ടാകണം എന്ന ആവശ്യത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുകൂടി ട്രംപ് ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഖത്തർ അമേരിക്കയുടെ നിലപാടിനെ പൂർണ്ണമായും ഇപ്പോഴും വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അതായത് ഇന്നലെ വൈറ്റ് ഹൗസ് പ്രതിനിധി പറഞ്ഞത് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകും എന്ന ഒരു അറിയിപ്പ് തങ്ങൾക്ക് ലഭിച്ചപ്പോൾ തന്നെ ഖത്തറിന് ഈ വിഷയത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ്. പക്ഷേ ഖത്തർ അത് പൂർണ്ണമായും തള്ളി. ഇങ്ങനെ ആക്രമണം ഉണ്ടായി 10 മിനിറ്റിന് ശേഷമാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ ഒരു അറിയിപ്പ് കിട്ടിയത്. അതായത് നേരത്തെ അമേരിക്ക തങ്ങൾക്ക് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് കൃത്യമായി തന്നെ ഖത്തർ പറയുന്നുണ്ട്. അതോടൊപ്പം ഇസ്രയേലിനെതിരെ ഒന്നിക്കണം എന്ന ശക്തമായിട്ടുള്ള നിലപാടിലേക്ക് ഖത്തർ പോവുകയാണ്. ഗൾഫ് രാഷ്ട്രങ്ങൾ എല്ലാവരും ഇപ്പോൾ ഖത്തറിന് പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി മധ്യസ്ഥ ശ്രമങ്ങൾക്ക് തങ്ങളില്ല എന്ന കടുത്ത നിലപാട് ഇപ്പോൾ ഖത്തർ ആവർത്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് കുറെ കൂടി സങ്കീർണമാക്കും കാര്യങ്ങൾ. ഇസ്രയേൽ ഹമാസ് സംഘർഷം ഒരു പരിധി വിടുമ്പോഴൊക്കെ ഖത്തറിൻ്റെ മധ്യസ്ഥ ശ്രമങ്ങളാണ് അതിൽ നിർണായകമാകാറുള്ളത്. ഇപ്പോൾ ഒരു വെടിനിർത്തലിലേക്കൊക്കെ കാര്യങ്ങൾ പോകണമെങ്കിൽ ഖത്തറിൻ്റെ നിലപാട് അതിൽ നിർണായകമാണ്. 2012 മുതൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരു രാജ്യം കൂടിയാണ് ഖത്തർ. ഹമാസിൻ്റെ അടക്കമുള്ള നേതാക്കൾക്ക് രാഷ്ട്രീയ അഭയം നൽകുകയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കേന്ദ്രീകരിക്കപ്പെടുന്നതും ഖത്തറിൽ വെച്ച് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഒരു അറബ് രാജ്യത്തേക്ക് കയറി ഇസ്രയേൽ ആക്രമണം നടത്തുന്നത്. അത് ഖത്തറിനുണ്ടാക്കിയിട്ടുള്ള ക്ഷീണവും ദേഷ്യവും അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ പ്രകടവുമാണ്. അതോടൊപ്പം ഇസ്രയേൽ ഉദ്ദേശിച്ച ലക്ഷ്യം അവർക്ക് കൈവരിക്കാനായിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പ്രധാനപ്പെട്ട ഇപ്പോൾ ഹമാസിൻ്റെ മുഖങ്ങളായിട്ടുള്ള നേതാക്കളെയാണ് അവർ ലക്ഷ്യം വെച്ചത്. പക്ഷേ ആ നേതാക്കൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാം നിര നേതാക്കൾ മാത്രമാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇസ്രയേലിൻ്റെ ഈ ഓപ്പറേഷൻ യഥാർത്ഥത്തിലൊരു പരാജയമായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഇന്നിപ്പോൾ UN-ൻ്റെ ഒരു അടിയന്തര സെക്യൂരിറ്റി കൗൺസിൽ കൂടി ഈ വിഷയത്തിൽ യോഗം ചേരുന്നത്. ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ ഇസ്രയേലിൻ്റെ ഈ ഏകപക്ഷീയമായ നടപടിയെ അപലപിക്കുകയാണ്. പക്ഷേ ഇസ്രയേൽ അവരുടെ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ജെറുസലേമിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൻ്റെ ഒരു പകരം വീട്ടലാണ് തങ്ങൾ നടത്തിയത്. ഇതിൽ തങ്ങൾക്ക് മാത്രമാണ് ഉത്തരവാദിത്തം എന്ന നിലപാടിൽ ഇസ്രയേൽ ആവർത്തിച്ചു. നിലവിൽ ഹമാസ് പറയുന്നത് അനുസരിച്ച് ഹമാസിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ ആക്രമണം നടന്ന കെട്ടിടത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ലത്തീഫിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പെട്രോൾ പങ്കിന് തൊട്ടു ചേർന്നുള്ളൊരു വസതിയിലാണ് ഈ ആക്രമണം നടക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നേതാക്കൾ എന്ന് പറയുന്നത് ചെറിയ ആൾക്കാരല്ല. വെസ്റ്റ് ബാങ്കിന്റെ തലവനായ സഹീർ ജബാറിൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
ഒപ്പം ഷൂറ കൗൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാർവിഷ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ പലകുറി വധിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് ഒടുവിൽ ജോർദാനിൽ നടക്കം വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ടും അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിദേശകാര്യ തലവൻ ഖാലിദ് മാർഷൽ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവർക്കാർക്കും പരിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഹമാസിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ലീഡേഴ്സ് അവിടെ സംഗമിച്ചിരുന്നു. ഗസയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വന്നതാണ്. ആ സമയത്താണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഇവർക്കാർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന് തിരിച്ചടിയാണ്. ഒരു കാര്യം കൂടിയുണ്ട്, നമുക്കിപ്പം രഞ്ജിത്ത് കൂടി തുടരുന്നുണ്ട്. ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഇവർക്ക് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ്. എന്നാൽ ഈ ഖലീൽ അൽ ഹയ്യ എന്ന അവരുടെ ഒരു പരമോന്നത നേതാവുണ്ട്. ആ നേതാവിൻ്റെ മകന് ആ അപകടത്തിൽ മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഖത്തറിൻ്റെ ഒരു സൈനിക ഉദ്യോഗസ്ഥനും ഇതിൽ മരിച്ചിട്ടുണ്ട് എന്നാണ്. ഖത്തറിൻ്റെ സൈനിക നിയന്ത്രണത്തിലുള്ള കെട്ടിടത്തിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കി മാറ്റുന്നതും. രഞ്ജിത്ത്, ഇതാദ്യമായിട്ടാണ് ഗൾഫ് മേഖലയിലെ ഒരു രാജ്യത്തിന് നേരെ ഇസ്രായേൽ മിസൈൽ തൊടുക്കുന്നത്. നേരത്തെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത് ഇസ്രായേൽ നേരിട്ട് ഒരു ഗൾഫ് രാജ്യത്തെ ആക്രമിക്കുകയാണ്. അത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ടാക്കുന്നുണ്ട്, ജാഗ്രതയുണ്ട് ഗൾഫിൽ, UAE അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രഞ്ജിത്ത്? അതെ, തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഗൾഫ് രാജ്യത്തേക്ക്, ഒരു അറബ് രാജ്യത്തേക്ക് ആദ്യമായി കടന്നു ചെന്നാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത്. അതും ഈ ഖത്തറിന്റെ തലസ്ഥാനത്തേക്ക് ഈ കടന്നു ചെന്ന് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുക എന്നത് ഒരിക്കലും ഒരു അറബ് രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ ഖത്തറോ ഇത്തരത്തിലൊരു ആക്രമണം പ്രതീക്ഷിച്ചതുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും. ഇതുതന്നെയാണ് ഈ ഗൾഫ് മേഖല വലിയ തോതിൽ ആശങ്കപ്പെടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ്. ഇപ്പോൾ ഈ ഇസ്രായേൽ ആക്രമണത്തിന്റെ നടുക്കം ഇപ്പോഴും ഖത്തറിൽ വിട്ടുമാറിയിട്ടില്ല. എങ്കിലും ഖത്തർ സാധാരണ നിലയിലേക്ക് ഇപ്പോൾ വരികയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും സുരക്ഷിതരാണ്. വിമാന സർവീസുകളും ഒക്കെ സാധാരണ നിലയിൽ തന്നെ നടക്കുകയാണ്. പക്ഷേ ജനങ്ങൾക്കിടയിൽ അപ്പോഴും ഒരു ആശങ്കയുണ്ട്. ഇന്നലെ ഈ മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ സ്ഫോടന ശബ്ദം കേട്ടത്. അപ്പോൾ ഇനിയും ഇതിന്റെ തുടരാക്രമണം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഈ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം രാജ്യത്ത് ഇത്തരത്തിൽ രാജ്യം അതീവ സുരക്ഷിതമാണെന്നും ഇത്തരത്തിൽ ഒരു ആശങ്കയും വേണ്ട എന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ CCTV ദൃശ്യങ്ങളടക്കം, ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയാണ്. ഇപ്പോ നമുക്ക് ലഭ്യമാകുന്ന അല്ലെങ്കിൽ പുറത്തു വന്നിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം എന്ന് പറയുന്നത് ഈ ഹമാസിന്റെ 6 ആളുകൾ മാത്രം കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഔദ്യോഗികമായി അവർ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സുരക്ഷിതരാണ് എന്നും അവർ വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ ഒരു ഖത്തറിലെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഇതാണ് ഔദ്യോഗികമായി ഇപ്പോൾ ഈ ഹമാസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ തന്നെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. ഒരുപക്ഷെ ഈ ആക്രമണത്തിന്റെ തീവ്രത എത്രത്തോളം വലുതാണ് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ചിത്രം ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ, ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിൽ ഈ മരണസംഖ്യ ഉയർന്നേക്കുമോ എന്ന തരത്തിലുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ കൂടി ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. ഓക്കെ, രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഷായ് കുമാർ.